ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വ്യാഴാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ മയിലാണ് കേട്ടോ നമ്മുടെ ഈ മുറ്റത്ത് കൂടെ ഇങ്ങനെ പോണത്. അപ്പോൾ മക്കളിങ്ങനെ പല്ലേക്കാൻ ഇറങ്ങിയപ്പോഴാണ് മച്ചേ മയിൽ പറഞ്ഞു വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈക്കൊന്നും അങ്ങനെ മയിലിനൊന്നും കാണാറില്ല, അങ്ങനെ വരാറൊന്നുമില്ല. ഇനി വരികയാണെങ്കിൽ തന്നെ പിന്നെ ആൾക്കാരൊക്കെ മയിൽ എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ആരും കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ അങ്ങനെ പതുക്കെ ഇതുവരെ വന്നിട്ട് അങ്ങോട്ട് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ മദ്രസക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. 7:00 കേട്ടോ ക്ലാസ്. അപ്പോൾ നീച്ച് നിസ്കരിച്ചിട്ട് പിന്നെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങ അരക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കൊടുന്ന പാടാണ് കേട്ടോ അത്. അപ്പോൾ ഇനി ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാത്രി വെള്ളത്തിലിട്ടിട്ടില്ല അരിയൊന്നും, അതുകൊണ്ട് തന്നെ ഇനി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ചപ്പാത്തി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതാ ചപ്പാത്തിയൊക്കെ പരത്തിൽ കഴിഞ്ഞു. ഇന്ന് ചുട്ടെടുക്കാനും കൂടി ഉണ്ട്. ഈ ഒരു സമയത്തിന് കറിക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ലേശം തേങ്ങ മതി കേട്ടോ. തേങ്ങ നന്നായിട്ട് കട്ടിയായിട്ടില്ല കറി ആർക്കും ഇഷ്ടമല്ല. എനിക്ക് കട്ടിയുള്ള കറിയാണ് കേട്ടോ ഇഷ്ടം. നല്ലോണം തേങ്ങ അരച്ച കറിയാണ് ഇഷ്ടം. അപ്പോൾ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് തേങ്ങ അരച്ചിട്ട് ഇതൊന്ന് കറിയാക്കി എടുത്തിട്ടുണ്ട്. ഇതന്നെ മതിയാകും കേട്ടോ. അപ്പോൾ എനിക്കും മക്കൾക്കാണ് ഇവിടെ കറി കൂടുതലായിട്ട് വേണ്ടത്. ഉമ്മ ഇപ്പൊന്നും അങ്ങനെ അധികം കറിയൊന്നും ഒഴിക്കാറില്ല. അങ്ങനെ ചപ്പാത്തി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. രാവിലെ നല്ല മൂടൽ തന്നെയാണ് കേട്ടോ. മഴ ഇങ്ങനെ വരുന്നൊരു രീതിയിലായിരുന്നു കേട്ടോ കാലാവസ്ഥ. പിന്നെ എമിനിക്കുട്ടന് പനിയായതുകൊണ്ട് തന്നെ അവന് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ പനിയാണെങ്കിൽ പിന്നെ നമ്മുടെ ജോലികളൊക്കെ അതിനനുസരിച്ചാണല്ലോ അല്ലേ. അങ്ങനെ ഇപ്പോൾ കോഴിക്കളൊക്കെ തിരക്ക് കൂട്ടുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും വിട്ടിട്ട് ചോറൊക്കെ ഉണ്ടാവും. ചോറൊക്കെ ബാക്കിയുള്ളത് തന്നെ കഴിക്കുന്നുണ്ടോ. കോഴിക്കൾക്ക് അരിയൊന്നും കൊടുക്കാറില്ല. അപ്പോൾ വിട്ട് ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എമിനിക്കുട്ടനൊന്നും ഉറങ്ങിയ സമയത്താണ് അവന് ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. ഗുളികൻ്റെയും മരുന്നിൻ്റെയൊക്കെ ക്ഷീണമാണെന്നാണ് തോന്നുന്നത്. ഭയങ്കര ക്ഷീണമായിട്ട് തന്നെ തോളിൽ അങ്ങനെ കിടക്കുന്നു. അപ്പോൾ അവനൊന്ന് ഉറങ്ങിയ സമയത്ത് തന്നെ ഒന്ന് അടിച്ചോരിടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അടിച്ചോരിൽ കുറച്ചിങ്ങനെ കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവനെ കൂടുതലായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ തലേന്ന് തന്നെ നല്ല മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നല്ലോണം ചമ്മലൊക്കെ ചാടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം കേട്ടോ. നമുക്ക് മുറ്റടിച്ചൊരിയിട്ടുണ്ടെങ്കിൽ പിന്നെ മുറ്റത്തൊക്കെ നോക്കാൻ കഴിയൂലല്ലോ. പിന്നെ അസക്കുട്ടിയും പനൂസൊക്കെ മദ്രസ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസക്കുട്ടി തലേന്ന് നനക്കാതെ അങ്ങനെ ഒരുങ്ങാലതിലേനു. അപ്പോൾ ഒന്ന് തല നനച്ചാൽ കുറച്ച് ദിവസമൊക്കെ 4 ദിവസം 5 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തല നനക്കാറ്. ഇന്നും തല നനക്കുകയാണെങ്കിൽ അവൾക്ക് വേഗം ജലദോഷം വരുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അവൾ തല നനക്കാറ്. അപ്പോൾ തലയൊക്കെ ഒന്ന് നനച്ചിട്ട് തന്നെ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. സ്കൂൾക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ തന്നെ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അയിലമീൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ അയിലക്കറിയും പിന്നെ കുമ്പളങ്ങ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അയില മുളക് ഇട്ടതാണ്. മക്കൾ സ്കൂളില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ ഒരു കറിയൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ അയില വറ്റിച്ചതൊന്നും പറ്റില്ല. പൊരിച്ചതാണെങ്കിൽ കഴിക്കും. പിന്നെ തുണികളൊക്കെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല വെയിൽ കേട്ടോ. രാവിലെയൊക്കെ മൂടലാണെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ല വെയിൽ തന്നെയാണ്. നല്ല കാലാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ വെയിലറച്ചുന്ന ദിവസം നമുക്ക് ഭയങ്കര ജോലി ചെയ്യാനൊക്കെ നല്ലൊരു ഉന്മേഷം തന്നെയാണല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ എമിനിക്കുട്ടന് പനിയായതുകൊണ്ട് തന്നെ ഓനെടുത്ത് നടക്കൽ തന്നെ ഉള്ളൂ ഇപ്പോൾ നടക്കണം കേട്ടോ. അപ്പോൾ വെയിലത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ മുളക്. അപ്പുറത്തെ ഈ തിണ്ടുമ്മയാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ വെയിൽ ഇനി ഇത് കുറച്ച് നേരമൊക്കെ ഈ കൊലയുമ്പോൾ വെയിലുണ്ടാവും. പിന്നെ അതാണ് പോകുന്നുണ്ടോ. മഞ്ച തുറന്നപ്പോഴാണ് നമ്മുടെ വാടിയ പഴം ഇങ്ങനെ 2 3 ഒക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല മൂക്കാത്ത പഴമായതുകൊണ്ട് തന്നെ. പിന്നെ അടിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ അടിച്ചു വരുന്നതിന് മുന്നേ തന്നെ കുറേ നേരം ശരിയാക്കാനുണ്ടാവും. മടക്കാനുള്ളതുണ്ടാവും. അതുപോലെ തന്നെ റൂമിലൊക്കെ ബെഡ്ഷീറ്റുകൾ മടക്കാനും അങ്ങനെ കുറേ റെഡിയാക്കാനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് തുടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ തുടക്കണ വെള്ളത്തിലേക്ക് ഡെറ്റോളിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ നല്ലൊരു മണം കിട്ടും. പിന്നെ നല്ലൊരു ഫ്രഷ്നെസ്സാണ് കേട്ടോ. അപ്പോൾ ഡെറ്റോളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ പെനോയിലാണ് ഒഴിച്ച് കൊടുക്കാറ്. പിന്നെ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലിനൊക്കെ നല്ല സ്മെല്ലിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അധികം സമയമൊന്നും കിട്ടുന്നില്ല. ഉള്ളതുകൊണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കണ്ട് സപ്പോർട്ട് ചെയ്യുക.
പിന്നെ ഒന്ന് ഒരു 3:30 ആയപ്പോൾ മക്കളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ പോകേണ്ട ദിവസം കേട്ടോ. 3 ആൾക്കാരുണ്ടായെങ്കിലൊക്കെ ആയിട്ട് പോകലാണ്. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അപ്പുറത്തും അടുത്തുള്ള കുട്ടികളെ കേട്ടോ എല്ലാവരും അപ്പോലെയൊക്കെ കൊണ്ടുപോരുകയാണ്. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇനി ഉച്ചരിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ, മക്കൾ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറയും. അപ്പോൾ 2 തേങ്ങ പൊളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമൃതം പൊടി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് തേങ്ങയൊക്കെ ചിരകി അമൃതപ്പൊടി ഉരുളകളാക്കി ബോൾസാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പനിക്കുട്ടനെ അത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഓന് അതുണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ 5 മണിയായിട്ട് ഇപ്പോൾ നല്ല വെയിൽ തന്നെയാണ്, നല്ല കാലാവസ്ഥ. 5 മണിയായിട്ടും കണ്ടില്ലേ എന്താ വെയിൽ. പിന്നെ ഞാൻ എമിനെയും കുട്ടനെയും കൊണ്ട് ഇങ്ങനെ അതിലിങ്ങനെ നടക്കിട്ടോ, കരഞ്ഞിട്ട് തന്നെ. അപ്പോഴാണ് നല്ല പൂവുള്ള രസമുള്ള പൂവുള്ള ചെടികൾ ഇങ്ങനെ കാണുന്നത്. അവിടെ അപ്പുറത്ത് ഒരു തൊടുവെന്ന് കണ്ടതാട്ടോ, ജസ്റ്റ് ഒഴിവാക്കിയതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് കൊടുന്നിട്ടുണ്ട്. അപ്പോൾ എമിനിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഓരോന്ന് പിടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം നേരമൊന്നും കുഴിച്ചിടാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു കുഴി കുത്തിക്കാണ്ട് 2-3-4 ചെടീൻ്റെ ഒക്കെ ഒരു കുഴിയിൽ തന്നെയാണ് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ ഒരു ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണല്ലേ.